എങ്ങനെയാണ് ഇത്രമേൽ അനാദരവും കെടുകാര്യസ്ഥതയും ഉണ്ടായത് എന്നതും നമുക്ക് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ഈ വിഷയത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് കണ്ണൂർ ജില്ലാ കളക്ടർ. അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മൃതദേഹം എത്തിക്കുന്നതിന് അനാദരവുണ്ടായെന്ന പരാതിക്ക് പിന്നാലെയാണ് നടപടി. കടുത്ത നടപടി വേണമെന്ന് CPM ആവശ്യപ്പെട്ടു. അർജുൻ കല്യാട് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അർജുൻ, 4 ദിവസം ഒരു നാട് മുഴുവൻ കാത്തിരുന്നു. രാജേഷ് തിരികെ കിട്ടും, ജീവനോടെ കിട്ടും എന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് കാത്തിരുന്നത്. ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത വരുന്നു. ആ രക്ഷിച്ച മനുഷ്യന്റെ കണ്ണുനീര് പോലും അർജുൻ നേരിട്ട് കണ്ടതാണ്. ഒരു ഉത്തരവാദിത്വമില്ലാതെ, ഒരു ബഹുമാനവുമില്ലാതെയാണ്. എനിക്കറിയേണ്ടത് ആരാണ് ആ തഹസിൽദാർ എന്നാണ് ഇത്ര മിടുക്കൻ? അത് തീർച്ചയായിട്ടും അതീവ ഗുരുതരമായിട്ടുള്ള ചികിത്സാ പിഴവ് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. പയ്യന്നൂർ തഹസിൽദാറോട് ഉൾപ്പെടെ നമ്മൾ ഈ കാര്യവുമായി ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു മീറ്റിംഗിലാണ്. ഈ ഘട്ടത്തിൽ പ്രതികരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഓഫീസും മറ്റുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും എല്ലാം പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജില്ലാ കളക്ടർ അടിയന്തരമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഒരു കാര്യം, അതായത് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു നൽകണം എന്നുള്ളതായിരുന്നു ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും നൽകിയിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത്. പക്ഷേ ആ നിർദ്ദേശം പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള മാധ്യമങ്ങളിൽ വാർത്ത വന്ന ആ ഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ആവശ്യാർത്ഥം ഒരു റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി അടിയന്തരമായി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് ഈ മെഡിക്കൽ കോളേജിലെ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ പൂർത്തിയാക്കുന്നത്. അവിടെ നിന്നാണ് ആംബുലൻസ് ഉൾപ്പെടെ ക്രമീകരിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയത്. എന്നാൽ അവിടെ ഈ ഫ്രീസർ ഇല്ലാത്ത അല്ലെങ്കിൽ ഫ്രീസറുള്ള ആംബുലൻസ് നിലവിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ്. വളരെ കൃത്യമായി അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഒന്ന് നോക്കണം, കേരളത്തിന്റെ ഒരറ്റത്ത് നിന്ന് അങ്ങേ അറ്റം വരെ കൊണ്ടുപോകേണ്ടതുണ്ട്. 4 ദിവസം പഴക്കമുള്ള ഒരു മൃതദേഹം. ഈ പയ്യന്നൂർ തഹസിൽദാരുടെ പേരെന്താണ് അർജുൻ? പയ്യന്നൂർ തഹസിൽദാരുടെ പേര് പോൾ എന്നാണ്. പോൾ എന്ന് പറയുന്ന തഹസിൽദാർ നമ്മൾ ഫോണിൽ 2 തവണ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ അദ്ദേഹം ഫോൺ എടുക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ള മറ്റൊരു ഉദ്യോഗസ്ഥനെ ബന്ധപ്പെടുകയും അദ്ദേഹത്തെ ഫോൺ ഒന്ന് കൈമാറി നൽകാൻ വേണ്ടി കഴിയുമോ എന്നുള്ള കാര്യം ചോദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ അദ്ദേഹം ഒരു മീറ്റിങ്ങിലാണ്. അത് കഴിഞ്ഞ് ബന്ധപ്പെടാം എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരം. ഈ ഉദ്യോഗസ്ഥൻ്റെ മൊബൈലിലേക്ക് 2 തവണ നമ്മൾ വിളിച്ചിരുന്നു. പക്ഷേ നിലവിൽ എന്തായാലും ബന്ധപ്പെടാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് കുടുംബം പറയുന്നത്. പ്രാഥമികമായി വിലയിരുത്തുമ്പോൾ ഇവിടെ നിന്ന് പോയിട്ടുള്ളതും ഫ്രീസർ ഇല്ലാത്ത ആംബുലൻസിൽ തന്നെയാണ്. ആ തരത്തിൽ ഒരു വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് നമുക്ക് പ്രാഥമികമായി ഈ കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇപ്പോൾ നടപടി വേണം, കടുത്ത നടപടി വേണം എന്നുള്ള ഒരു ആവശ്യവുമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം ഒരു മനുഷ്യജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ പണയപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിനോട് സംസ്ഥാന സർക്കാരും അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഒക്കെ കാണിക്കേണ്ടുന്ന ഒരു സാമാന്യ മര്യാദയുണ്ട്. ആ മര്യാദ പോലും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വരുന്ന ആരോപണം, പരാതി. അതുകൊണ്ട് തന്നെ കടുത്ത നടപടി വേണം, ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഈ വിഷയത്തിൽ കൈക്കൊള്ളണം എന്നുള്ളതാണ് CPM ഉൾപ്പെടെ ഇപ്പോൾ ഉയർത്തുന്ന ആവശ്യം. എന്തായാലും ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണത്തിന് തീരുമാനിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് പ്രാഥമികമായി അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മാധു, പയ്യന്നൂർ തഹസിൽദാർക്കെതിരെയാണ് ഈ ഗുരുതരമായ ആരോപണം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ നിന്ന് മൃതദേഹം ഏറ്റുവാങ്ങാൻ പോയ പൊതുപ്രവർത്തകരടക്കം പറയുന്നത് അദ്ദേഹത്തോട് നേരിട്ട് ഇക്കാര്യം പറഞ്ഞു. അപ്പോൾ ഇത് കുഴപ്പമില്ല, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഇതിനു മുൻപും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും അന്വേഷണത്തിന് കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. വലിയ പരാതിയുമായി CPM അടക്കം രാഷ്ട്രീയ പാർട്ടികളും രംഗത്തുണ്ട്. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.